ഗസയിൽ നിന്ന് പലസ്തീനികൾ ജോർദാനിലേക്ക് പോകണമെന്ന ട്രംപിന്റെ അഭിപ്രായത്തോടെ മേഖലയിൽ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. വൈറ്റ് ഹൌസിൽ ചർച്ചയ്ക്കെത്തിയ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ട്രംപിന് ഒട്ടും സുഖകരമല്ലാത്ത ആ നയം വ്യക്തമാക്കുകയും ചെയ്തു. ഗസ പുനർനിർമ്മിക്കണം, പക്ഷേ ഗസക്കാരെ ഒഴിപ്പിച്ചുകൊണ്ടാകരുത് എന്ന്. ഗസ ഇങ്ങെടുക്കുവാണെന്ന് പറഞ്ഞ് മതം പൊട്ടി നിൽക്കുന്ന ട്രംപിന്റെ മുന്നിലാണ് ജോർദാൻ രാജാവ് അറബ് ലോകത്തിന്റെ നിലപാടറിയിച്ചത്. പത്രക്കാരുടെ ചോദ്യത്തിനു മുന്നിൽ US പ്രസിഡന്റ് പതറിയപ്പോഴും പറഞ്ഞതിൽ മാറ്റമില്ലെന്ന് രാജാവ്. വിചിത്രമായിരുന്നു വൈറ്റ് ഹൌസിലെ ആ പത്രസമ്മേളനം. Mr. President, I truly believe that with all the challenges that we have in the Middle East, that I finally see somebody that can take us across the finish line to bring stability, peace, and prosperity to all of us in the region. And it is, I think, our collective responsibility in the Middle East to continue to work with you, to support you, to achieve those lofty goals. So I'm very delighted to be here. And as you said, sir, we've got some very interesting discussions ahead. Very good. Very good. Thank you very much. Mr. President. One of the things that we can do right away is take 2,000 children that are either cancer children or in very ill state to Jordan as quickly as possible, and then wait for, I think, the Egyptians to present their plan on how we can work with the President to work on Gaza challenges. Mr. President, during your election campaign, Mr. President, how is the U.S. going to own Gaza? Your White House has made clear taxpayer dollars won't be used for this. So what money are you going to use to buy Gaza? We're not going to buy anything. We're going to have it. We're going to keep it, and we're going to make sure that there's going to be peace. വൻകിട പ്രൊജക്ടുകളുടെ ബ്ലൂ പ്രിന്റും കക്ഷത്ത് വെച്ചാണ് ട്രംപ് പലസ്തീനികളോട് മണ്ണ് വിട്ടു പോകാൻ പറയുന്നത്. അവരെ ഏറ്റെടുക്കാൻ പറ്റില്ലെന്ന് പറയുന്ന ജോർദാനോടും ഈജിപ്തിനോടും അമർഷം കാട്ടുന്നത്. ബന്ദികളെ വിട്ടില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച് ഗസയെ നരകമാക്കുമെന്ന് ഹമാസിനെ ഭീഷണിപ്പെടുത്തുന്നത്. അതിഭീകര കച്ചവട തന്ത്രം. ഒരു ഇൻട്രസ്റ്റിംഗ് ബ്ലോക്ക് പസിൽ എന്ന പോലെ കരുക്കൾ നീക്കി ട്രംപ് കാലാകാലങ്ങളായി മെനഞ്ഞെടുത്ത ഒരു ബിസിനസ് പ്ലാൻ. എന്താണ് ഗസ ഒഴിപ്പിക്കാൻ നെതന്യാഹുവിനേക്കാൾ തിടുക്കം കാട്ടുന്ന ട്രംപിന്റെ മനസ്സിൽ? ജനുവരിയിൽ ട്രംപ് വൈറ്റ് ഹൌസിലെത്തിയ മുതൽക്കേ കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിലെന്ന പോലെ ഇസ്രയേൽ പലസ്തീൻ വിഷയം തന്നെയായിരുന്നു ആദ്യം കയ്യിലെടുത്തത്. മെയ് മാസത്തിൽ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി നടത്തിയ മീറ്റിംഗിൽ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഈ മിഥ്യാധാരണകൾക്കിടയിലാണ് ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിക്കാനും ടെൽ-അവീവിൽ നിന്ന് US എംബസി അവിടേക്ക് മാറ്റാനുമുള്ള പ്രഖ്യാപനവുമായി ട്രംപ് രംഗത്തെത്തുന്നത്. അതുകഴിഞ്ഞ് 2018 ട്രംപ് ആ സമാധാന ആശയം മുന്നോട്ട് വെച്ചത്. ബ്രസൽസിൽ അറബ് യൂറോപ്യൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ വരവ്. US അന്താരാഷ്ട്ര സമൂഹവും പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകുമെന്നും കിഴക്കൻ ജെറുസലേമിനെ അതിന്റെ തലസ്ഥാനമായി അംഗീകരിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ പീസ് പ്ലാൻ. പിന്നീട് 2020 ജനുവരിയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം വൈറ്റ് ഹൌസിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ആ പദ്ധതി ട്രംപ് ഔദ്യോഗികമായി അനാച്ഛാദനം ചെയ്തത്. ഇസ്രായേലിന് ഭൂമി, ഗസയ്ക്ക് പുനർനിർമ്മാണ ഫണ്ട്, കിഴക്കൻ ജെറുസലേമിൽ പലസ്തീൻ തലസ്ഥാനം തുടങ്ങിയ ആശയങ്ങളായിരുന്നു ഇതിൽ പ്രധാനം. എന്നാൽ പലവിധ എതിർപ്പുകളോടെ പദ്ധതി പരാജയപ്പെട്ടു. അന്ന് ഈ പശ്ചിമേഷ്യൻ സമാധാന പദ്ധതിയുടെ ആസൂത്രകനായി ട്രംപ് തെരഞ്ഞെടുത്തത് മകൾ ഇവാങ്കയുടെ ഭർത്താവ് ജാരഡ് കുഷ്ണറിനെയായിരുന്നു. ഇതേ കുഷ്ണറാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു ചടങ്ങിൽ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വിലപ്പെട്ട ഇടം എന്ന് പശ്ചിമേഷ്യയെ വിശേഷിപ്പിച്ചത്. ഏറെക്കുറെ ട്രംപിന്റെ പുതിയ ഗസ പദ്ധതിയുമായി അടുത്തു നിൽക്കുന്ന പ്രസ്താവന തന്നെയായിരുന്നു അന്ന് മരുമകൻ കുഷ്ണർ നടത്തിയത്. ഗസയ്ക്ക് വളരെ മൂല്യവത്തായ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടിയുണ്ട്. ഗസക്കാരെ താൽക്കാലികമായെങ്കിലും അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചാൽ അത് വിനോദസഞ്ചാരത്തിന്റെ ഒരു കേന്ദ്രമായി മാറ്റിയെടുക്കാമെന്നായിരുന്നു കുഷ്ണറിന്റെ പ്രസംഗം. ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തിയാൽ പൂർത്തിയാക്കാനൊരുങ്ങുന്ന പശ്ചിമേഷ്യൻ നയത്തിന്റെ സൂചന. ഗസ നോട്ടമിട്ടുള്ള ട്രംപിന്റെ ആശയത്തെ റിപ്പബ്ലിക്കൻ സെനറ്റർമാർ പോലും സംശയത്തോടെ കാണുന്നതിന്റെ കാരണവും ഇതുതന്നെ. ട്രംപ് കുടുംബത്തിന്റെ ആ പെർഫെക്റ്റ് ബിസിനസ് മൂവ് തന്നെയാണ് ടോക്ക് ഓഫ് ദ ടൗൺ. നിലവിലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ, മുൻ വൈറ്റ് ഹൌസ് ഉപദേഷ്ടാവ് എന്നിങ്ങനെ മാത്രം ചുരുക്കാനാവില്ല ജാരഡ് കുഷ്ണറിനെ. ഗസയിൽ ഒരാഡംബര നഗരം നിർമ്മിക്കാനുള്ള ട്രംപിന്റെ സ്വപ്നത്തിന് നിലമൊരുക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അയാൾ. ഒന്നാം ട്രംപ് ഭരണം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ കുഷ്ണർ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് ഒരു സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനം ആരംഭിച്ചു. ഫ്ലോറിഡയിലെ മിയാമി ആസ്ഥാനമായുള്ള അഫിനിറ്റി പാർട്ട്നേഴ്സ്. വൻ നിക്ഷേപ പദ്ധതികളിലൂടെ
അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിൽ ആഴത്തിലുള്ള സാമ്പത്തിക ബന്ധം വളർത്തിയെടുക്കാൻ കുഷ്നറിന് സാധിച്ചു. അന്താരാഷ്ട്ര റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ കാര്യത്തിൽ സമീപകാലത്ത് ട്രംപ് കുടുംബത്തിന്റെ ബിസിനസ് ഹോട്ട്സ്പോട്ടാണ് പശ്ചിമേഷ്യ. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അധിനിവേശത്തിനും മറ്റുമായി അന്നത്തെ US സർക്കാരുകൾ പണം ചെലവാക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്ന ആളാണ് ട്രംപ്. അതേ ട്രംപ് തന്നെയാണ് പലസ്തീനികളെ ഉപേക്ഷിച്ച് ഗസയുടെ ദീർഘകാല ഉടമസ്ഥാവകാശം സ്വപ്നം കാണുന്നത്. നിലപാടുകളിൽ നിന്ന് നിലപാടുകളിലേക്ക് മാറി മാറി സഞ്ചരിക്കുന്ന ട്രംപിനെ ഇതിനു മുമ്പും ലോകരാഷ്ട്രീയം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാറ്റത്തിലെ ആശയക്കുഴപ്പങ്ങൾക്ക് പ്രസക്തിയില്ല. 22 ലക്ഷം പലസ്തീനികളെ സമീപ രാഷ്ട്രങ്ങളിലേക്ക് അയച്ച് ഗസ സ്വന്തമാക്കുമെന്ന ഭീഷണി ആവർത്തിക്കുകയാണ് ട്രംപ്. ഗസ വിലയ്ക്ക് വാങ്ങേണ്ട കാര്യമില്ല, അവിടെ വിലയ്ക്ക് വാങ്ങേണ്ട ഒന്നുമില്ല. വർഷങ്ങളായുള്ള യുദ്ധത്തിൽ പൊറുതിമുട്ടിയ ഗസക്കാർ അതിദാരുണമായ ജീവിതമാണ് നയിക്കുന്നത്. തകർന്നു വീഴുന്നതും വീഴാൻ തുടങ്ങിയതുമായ കെട്ടിടങ്ങളുടെ കീഴിലാണ് അവർ താമസിക്കുന്നത്. അവിടുത്തെ അവസ്ഥ ഭീകരമാണ്. ലോകത്ത് ആർക്കും ഈ ദുരവസ്ഥ ഉണ്ടാകില്ല. ആരും ഇങ്ങനെ ജീവിക്കുന്നുണ്ടാവില്ല. ഗസ വിടുന്നതിൽ പലസ്തീനികൾക്ക് സന്തോഷമേ ഉണ്ടാവൂ എന്നാണ് ട്രംപ് പറയുന്നത്. ഗസ വിടുന്ന പലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന് ട്രംപ് ഈജിപ്തിനോടും ജോർദാനോടും ആവശ്യപ്പെട്ടെങ്കിലും തുടക്കം മുതലേ ഇരു രാജ്യങ്ങളും അനുകൂല നിലപാടല്ല അറിയിച്ചത്. ഗസ ഒഴിപ്പിക്കാനും നിയന്ത്രണം ഏറ്റെടുക്കാനുമുള്ള ട്രംപിന്റെ പദ്ധതിയെ താൻ എതിർക്കുന്നുവെന്നും ഗസയിലും വെസ്റ്റ് ബാങ്കിലും പലസ്തീനികളുടെ കുടിയിറക്കത്തിനെതിരെ ഉറച്ച നിലപാട് താൻ ആവർത്തിക്കുന്നുവെന്നുമാണ് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പറഞ്ഞത്. പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാതെ ഗസ പുനർനിർമ്മിക്കുന്നതിനും ഗുരുതരമായ മാനുഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമാണ് മുൻഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. സമാന നിലപാടുമായി ഈജിപ്തും രംഗത്തെത്തിയിരുന്നു. പലസ്തീനികളെ അവരുടെ മാതൃരാജ്യത്ത് തുടരാൻ അനുവദിക്കണമെന്ന് തന്നെയാണ് ഈജിപ്തും വ്യക്തമാക്കുന്നത്. എന്നാൽ രാജ്യങ്ങൾക്കുള്ള സഹായം വെട്ടിക്കുറക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ലോകമെമ്പാടുമുള്ള വിദേശ സഹായം ട്രംപ് നിർത്തലാക്കിയതിന്റെ ഭാഗമായി സൈനിക സഹായം ഉൾപ്പെടെ ജോർദാനുള്ള അമേരിക്കൻ സഹായം നിലവിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. ലക്ഷ്യം വെച്ചത് നടക്കില്ലെന്ന് കാണുമ്പോൾ ഏതറ്റം വരെയും പോകാൻ ട്രംപ് തയ്യാറാകുന്നുവെന്നാണ് ഹമാസിന് നൽകുന്ന മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത്. ബന്ദികളുടെ കൈമാറ്റം അനിശ്ചിത കാലത്തേക്ക് നീട്ടിവെക്കുന്നുവെന്ന ഹമാസിന്റെ പ്രഖ്യാപനത്തോടെയാണ് ഗസ വീണ്ടും നരകതുല്യമാകുമെന്ന ഭീഷണിയുമായി നെതന്യാഹുവും ട്രംപും രംഗത്തെത്തുന്നത്. ഗസയിലേക്കുള്ള മാനുഷിക സഹായത്തിന്റെ ഒഴുക്ക് ഇസ്രയേൽ പ്രതിരോധ സേന തടയുന്നുവെന്നും വടക്കൻ ഭാഗത്തേക്ക് മടങ്ങുന്ന പലസ്തീനികളെ ലക്ഷ്യമിടുന്നുവെന്നും ഷെല്ലാക്രമണവും വെടിവെപ്പും നടത്തുന്നുവെന്നുമടക്കം കരാർ പ്രകാരമുള്ള നിബന്ധനകൾ പാലിച്ചില്ലെന്ന് കാട്ടിയാണ് ഹമാസ് ബന്ദിമോചനം വൈകിപ്പിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ച ബന്ദികൾ മാത്രമല്ല, ഹമാസിന്റെ തടങ്കലിൽ ശേഷിക്കുന്ന മുഴുവൻ ബന്ദികളെയും പറഞ്ഞ സമയത്തിനുള്ളിൽ വിട്ടയച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മരുന്നെറിഞ്ഞത് ട്രംപാണ്. പിന്നാലെ തിരികൊളുത്തി നെതന്യാഹുവും എത്തി. മാസങ്ങളുടെ രക്തച്ചൊരിച്ചിലിനൊടുവിൽ സമാധാനം പുലരുന്ന ഗസയുടെ പ്രതീക്ഷയാണ് ഇതോടെ ഇല്ലാതാകുന്നത്.